എല്ലാവർക്കും പുതിയൊരു റോബ്ലോക്സ് വീഡിയോയിലേക്ക് സ്വാഗതം. റോബ്ലോക്സ് അല്ല, ബ്ലോക്സ് ഡൈ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ ബ്ലോക്സ് ഡൈയോലെ സെർവറിലേക്കാണ് വന്നിട്ടുള്ളത്. ആൻഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണുന്നുണ്ടോ നമ്മുടെ ബാക്കിൽ ഒരു സാധനം. എന്താണെന്ന് വിചാരിച്ചു, വേറെ ഒന്നുമല്ല, നമ്മുടെ PvP ഗ്രൗണ്ട് ആണ്. ഈ ഐഡിയ നമ്മുടെ അറസ്പ്രൈമിന്റെ ആണ്. ആൻഡ് പണിതത് ഞാനാണ്. കാരണം ഇന്നലെ അല്ല മിനിഞ്ഞാണെങ്ങാണ്ടാണ് ഞങ്ങൾ പണിതത്. നമ്മൾ ചുമ്മാ അവിടെ ഈ വാളൊക്കെ വെച്ചിട്ട് ഇടിയും കൂടി കളിച്ചുകൊണ്ടിരുന്നപ്പം തോന്നിയതാണ് കേസ് ഒരു PvP ഗ്രൗണ്ട് പണിതാലും ഒന്ന് അങ്ങനെ പണിതാണ് കേസ്. ഇത് റെക്കോർഡൊന്നും ചെയ്തില്ല, കാരണം ഇതൊരു ഷോർട്ട് ബിൽഡാണ് കേസ്. ഇവിടെ ഒരാൾ നിൽക്കും, ഇവിടെ വേറെ ആൾക്കാർ നിൽക്കും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കൂടും. അതാണ് നമ്മുടെ ഐറ്റം PvP. ഞാൻ VIP എന്നൊക്കെ പറയാമോ? ഓക്കെ സാറ്റ്, നമ്മുടെ ലൈറ്റ് ഹൗസിന്റെ പണി ഞാൻ ഫുള്ള് തീർത്തിട്ടുണ്ട്. ഇത്ര നമ്മുടെ ലൈറ്റ് ഹൗസ്, അതായത് അതിന്റെ ഉള്ളില് ഞാൻ ഗ്ലാസ് ആണ് പുറത്ത് വെച്ചിട്ടുള്ളത്. ഗ്ലാസ് വുഡ് പുറത്ത് വെച്ചു. എന്നിട്ട് അതിന്റെ ഉള്ളില് യെല്ലോ കളർ നിയോൺ ബ്ലോക്ക് ആണ് വെച്ചിട്ടുള്ളത്. ആൻഡ് ഉള്ളിലേക്ക് നമ്മൾ ഒരു ഡോറൊക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതാണ് കേസ് നമ്മുടെ ലൈറ്റ് ഹൗസിന്റെ ഉൾഭാഗം ഇപ്പൊ. ആൻഡ് വേറെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇങ്ങോട്ട് ഇങ്ങനെ ഒരു സാധനം. ആൻഡ് മേലെ ഇച്ചിരി നിയോൺ ബ്ലോക്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. യെല്ലോ നിയോൺ ബ്ലോക്ക്, റെഡ് നിയോൺ ബ്ലോക്ക് ആൻഡ് ബ്ലൂ നിയോൺ ബ്ലോക്ക്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് എ ടോർച്ച് ഫോർ റിയൽ മൈൻക്രാഫ്റ്റിത്തെ റെഡ് സ്റ്റോൺ അല്ല, ഗ്ലോ സ്റ്റോൺ. ഓക്കെ, നമ്മുടെ അറസ്പ്രൈമിന്റെ സ്വന്തം ഗൺ ഷോപ്പ് ഇതാ ഇവിടെ ഇവൻ പണിതിട്ടുണ്ട് നല്ല കിടലായിട്ട്. ആൻഡ് കട തുടങ്ങിയിട്ടില്ല, തുടങ്ങും. ആൻഡ് നമ്മുടെ ഹോസ്പിറ്റൽ ഇവിടെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ടപ്പ് ആയിട്ട് വന്നേക്കുവാണ്, ചെറുതായിട്ടൊന്ന് കാണിക്കാന്നൊക്കെ വിചാരിച്ചിട്ട്. ഇപ്പൊ വരെ ഉള്ളൊരു ബിൽഡ്. ഓക്കെ, ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലെ ഇന്റീരിയർ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എല്ലാം നമ്മൾ എന്തായാലും ഭാഗ്യതയ്ക്ക് വെക്കുകയാണ് കഴിച്ചേ. അന്ന് തന്നെ നമ്മൾ ഇന്റീരിയർ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ എന്തായാലും ചെയ്യും, സോറിടാ. ഓക്കെ, ആൻഡ് എന്തായാലും നമ്മൾ ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും. ഇതാ നമ്മുടെ അണ്ടർഗ്രൗണ്ട്. ഇതിനൊക്കെ ഇനി പണികളുണ്ട് നമ്മുടെ. ഇതുകൊണ്ടൊന്നും നമ്മളെ ഇതെന്തുവാ? ഓ, നമ്മളെ ഹോസ്പിറ്റലിന്റെ നമുക്ക് അടയ്ക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ അടയ്ക്കട്ടെ. ഓക്കെ, ഇപ്പൊ വരില്ല. ഓക്കെ, അത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ അതിൽ കൂടെയാണ് പോണത്, അതുകൊണ്ടാണ്. ആൻഡ് നമ്മുടെ ഇന്റീരിയർ ഇങ്ങനെയൊക്കെയാണ് സംഭവം. ആൻഡ് ഉള്ളിലത്തെ ബ്ലോക്ക് കാര്യങ്ങള് ക്രാഫ്റ്റിംഗ് ടേബിള് അതൊന്നും നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ ചെയ്തിട്ടില്ല. ആൻഡ് ഗിയർ ഗ്രൈഡേഴ്സ് വരെ ചെറുതായിട്ട് നമ്മുടെ റോഡൊക്കെ ഒന്ന് പണിത് തുടങ്ങിയിട്ടുണ്ടായതാ. അവിടെ നമ്മളെ ബ്ലാക്ക് കളർ കോൺക്രീറ്റ് വെച്ചിട്ട്. ഞാൻ പിന്നെയും പറയാണ്, ദിസ് ഈസ് എ ക്രിയേറ്റീവ് സർവൈവൽ വേൾഡ്. അതായത് നമ്മൾ ക്രിയേറ്റീവില് സാധനങ്ങൾ പണിതിട്ട് സർവൈവല് കളിച്ച് കാണിക്കുന്നത്, അതാണ് നമ്മുടെ ഗെയിം. ഓക്കെ, ലൈക്ക് MSLRP. ഓക്കെ, നമ്മുടെ റോഡൊക്കെ ഇവിടെ ഉണ്ട്. ആൻഡ് നമ്മുടെ എലൈട്ര വെച്ച് പറക്കുന്ന സ്ഥലമുണ്ട്. ആൻഡ് നമ്മുടെ ഹോട്ടലിന്റെ ഇന്റീരിയർ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ പ്ലെയിൻ ആണ്, നമുക്ക് അതൊക്കെ ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഇത് എന്തോ ഒരു വ്യത്യാസം പോലെ തോന്നും. ഞാൻ FOV 160 ഇട്ടിട്ടുള്ളത്, അതുകൊണ്ട് ഒരു വ്യത്യാസം ഉണ്ട് നമുക്ക്. ആൻഡ് ഇവിടെ നമ്മുടെ ജമ്പിങ്, ഇത് നമുക്കൊരു ട്രാംപോളിൻ പോലെ വലിയൊരു സംഭവം ആക്കണോന്ന് എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. അതിന് നമ്മുടെ അടുത്തൊരു ബിൽഡ് ഞാൻ നിങ്ങൾക്കൊരു ക്ലൂ തരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ നോക്കി നിങ്ങൾ കമന്റ്സിൽ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണി സൂക്ഷിക്കുന്ന സ്ഥലം എല്ലാവർക്കും. പിന്നെ നമ്മൾ ലോൺ എടുക്കുന്ന സ്ഥലം ഇപ്പൊ തന്നെ എല്ലാവർക്കും ഒന്ന് മനസ്സിലായി ഉണ്ടാവും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ സസ്പെൻസ് ഇടുന്നില്ല. നമ്മൾ ഒരു ബാങ്ക് എന്തെങ്കിലും പണിയുണ്ടായിരിക്കും. ഓക്കെ, നമ്മുടെ ഈ വേൾഡിൽ ഒരു ബാങ്കിന്റെ ആവശ്യമുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ആവശ്യമുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മളൊരു ബാങ്ക് പണിയുന്നതായിരിക്കും. ആൻഡ് ഇവിടെ ലേറ്റസ്റ്റ് ഉണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ. ഓക്കെ, PvP ഗ്രൗണ്ടിന്റെ വീഡിയോ നമുക്ക് ചെയ്യണോ? വെറുതെ അടികൂടുന്ന വീഡിയോ ആയിരിക്കും. ചിലപ്പോ നമ്മൾ ഓഫ്ലൈനിലേ കളിക്കുന്നുള്ളൂ. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നത് കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെടില്ല. ചിലവർക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, വീഡിയോന്റെ താഴെ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യുക, എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഓക്കെ, അങ്ങനെ വേൾഡിന് എന്ത് പേരിടണം എന്നൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഇവിടെ ഉണ്ടായിരുന്ന മറ്റേ പംകിൻ നമ്മൾ പൊളിച്ചു കളഞ്ഞു. ബിക്കോസ് റോഡ് ഇതിൽ കൂടെ ഒക്കെയാണ് വരുന്നത് എന്നാണ് ഗിയർ ഗ്രൈഡേഴ്സ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് അവൻ ബിൽഡ് ചെയ്യാൻ പോണത്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചെസ്റ്റ് അവിടെ. ഓക്കെ, ആൻഡ് ഗ്ലാസ്, കുറെ ഐറ്റംസ് ഉണ്ട്. ഈ മൈനൊക്കെ ചെയ്യാൻ പോയിട്ട് ചവറ് പോലെ കുറെ സാധനം വരൂലേ, അതൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് ഇതിന്റെ ഉള്ളിലാണ്. ഓക്കെ, ആൻഡ് ഗൈസ് ഞാൻ ആലോചിക്കാം, നമുക്കൊരു
സീക്രട്ട് ബേസ് വേണം ഗൈസ്. സീക്രട്ട് ബേസ് ഇന്ന് ഞാൻ പഠിച്ചപ്പോ വലിയ ആവശ്യമൊന്നും ഇല്ല സീക്രട്ട് ബേസിന്റെ, എന്നാലും നമുക്ക് ചുമ്മാ ഒന്ന് പണിത് വെക്കണം ഗൈസ്. ഓക്കെ, ആൻഡ് നിങ്ങൾ നോക്കിയിട്ട് ചാനലിൽ കമന്റ് ചെയ്യുക. നമ്മളല്ലെങ്കിൽ ഒരു 4 പേര് സജസ്റ്റ് ചെയ്യാം, അത് ഞാൻ വോട്ടിങ്ങിലിടാം. ഞാൻ ഗിയർഗഡ് സറസ്പ്രൈന്ന് ചിലപ്പം വോട്ടിങ്ങിലിടും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ പേഴ്സന്റ് കൂടുതൽ ഏതാണെന്ന് നോക്കിയിട്ടൊന്നും നിങ്ങൾ ഇടണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കേട്ടോ. അപ്പം അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ വേൾഡിന്റെ പേര് അങ്ങനെ ആക്കുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ഞാൻ അറസ്പ്രൈം നിന്നാൾ ഇതിൽ കൂടെ അടി കൂടിയതാണ്. ആ നേരത്ത് അവൻ എന്തോ ഒരു ഗ്ലിച്ചടിച്ചിട്ട് അവന് എന്നെ തല്ലാൻ പറ്റത്തില്ല, പക്ഷെ എനിക്ക് അവനെ തല്ലാൻ പറ്റും ഗൈസ്. അത് കൂടാതെ ഇത് കണ്ടോ നിങ്ങള്, OP ആർമറാണ് ഗൈസ്. നമ്മുടെ ഹെൽത്ത് കണ്ടോ, 148 ഗൈസ് നമ്മുടെ ഹെൽത്ത്. ഇത് ബ്ലോക്സിലായ OP ആർമറാണ് ഗൈസ് ഈ കാണുന്നത്. ആബ്സല്യൂട്ട്ലി. ആൻഡ് ഇന്ന് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ പരിപാടി ഒന്നും ഇല്ല. ജസ്റ്റ് ഞാനൊന്ന് നമ്മുടെ സിറ്റി റൗണ്ട് അപ്പ് ചെയ്ത് കാണിച്ചു തരാന്ന് വിചാരിച്ചോണ്ട് ചെയ്തതാണ്. നമുക്ക് നമ്മുടെ സെർവറില് നമ്മുടെ സ്വന്തം ഇതിപ്പോ ഒരു ചെറിയ വീടല്ലേ, ഇതൊരു ചിരട്ടയില് ഒതുങ്ങുന്ന ഒരു വീടാണ് നമ്മൾ പണിത് വെച്ചിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്കൊരു മെഗാ മാൻഷൻ പോലെ ഒരു സാധനം പണിയണം. അത്രയ്ക്ക് മെഗ അല്ല, എന്നാലും ഒരു മീഡിയം ലെവൽ മാൻഷൻ നമുക്ക് പണിയാനുണ്ട്. അയ്യോ അയ്യോ അയ്യോ, അത് നമ്മൾ എന്തായാലും പണിയുന്നതായിരിക്കും. ആൻഡ് എടാ ഇതില് നെതർ ഉണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ നെതർ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ പറഞ്ഞ നെതർ ഉണ്ടോ ഇതില്? ഉണ്ടോ ഉണ്ടോ ഉണ്ടോ? ഐ ഡോണ്ട് നോ. ഈസ് ഇറ്റ് നെതർ ഇൻ ബ്ലോക്സിൽ? അയ്യോ എന്താലേ ഞാൻ കുറച്ച് നാളായി നോക്കുന്നു നമ്മുടെ നെതർ ബ്ലോക്സ് ഡയോളി, പക്ഷെ എനിക്ക് കാണുന്നില്ല. ഞാൻ കുറച്ച് നാളായിട്ട് ബ്ലോക്സ് ഡയോ തപ്പി നടക്കുകയും, പക്ഷെ എനിക്ക് കിട്ടണ്ടേ ബ്ലോക്സ് ഡയോളി നെതർ. നമുക്ക് കുറച്ചു നേരം പറന്ന് കളിക്കാം. ഗൈസ് ഇപ്പൊ നമുക്ക് ഇതില്ല, ബട്ട് നമ്മൾ കോളും ചെയ്ത് റെക്കോർഡും ആക്കി നല്ലൊരു ടെക്സ്ചർ പാക്ക് ഇട്ട് വരുമ്പോ ലാഗിന്റെ പെരുമഴയായിരിക്കും ഗൈസ് നമ്മുടെ ഫോണില്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് മേലെ കാണുന്നുണ്ടോ, നമുക്ക് 60 FPS 15ന്റെ താഴേക്ക് അധികം പോകുന്നില്ല. നമ്മള് ചെറുതൊക്കെ എന്തേലും വലിയൊരു ഇവിടെ ഒരു പരീക്ഷണം നടത്തണോ? നമുക്ക് ചാടി നോക്കാം. എടാ എന്താ എന്റെ അമ്മേ, കൊടും ഗുഹ. അയ്യോ അയ്യോ അയ്യോ, അടിച്ചെന്നവൻ. എടാ ഒന്നും മര്യാദ കാണുന്നില്ലടാ, എന്തോ ഗോൾഡ്. അയ്യോ ലോബി സ്പോൺ അടിക്ക്, ലോബി സ്പോൺ അടിക്ക്, ലോബി. അയ്യോ ലോബി സ്പോൺ അടിക്കടാ മണ്ട. ഓക്കെ ലോബി സ്പോൺ അടിച്ച്. എനിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടല്ല, പിന്നെ അവന്മാർക്ക് വെറുതെ ഒരു പണി ഉണ്ടാക്കി വെക്കണ്ടല്ലോ, അതുകൊണ്ടാണ് ഗൈസ് നമ്മള്. അതാണത് ഫാൻസി മുട്ടന്റ്. ഇവനാരും ഹലോ പ്രൈം ഓർ ഗിയർ. അയ്യോ ഗിയർ ഗ്രാഡസ്. ഇതാരാ? അവനെന്നെ വന്നിച്ച് കാണിച്ചിട്ട് പോയി. ഇവനാരിവൻ? ഇതെന്താ? എടാ ഇവന് ഭയങ്കര സ്പീഡാണ് ഇവന്. എന്റെ അമ്മ ഞാൻ ജെറ്റ് വിട്ടാണ്. ഇവനാരാ? ഞാൻ തീർക്കട ഇവനെ. എടാ അവനെ കൊല്ലാൻ പറ്റുന്നില്ല. ഇവനാര് ദൈവോ? ഇവനാരിവൻ? അണ്ണ സണ്ണി ആരാടാ നീ? ഇവനാരാ?
അയ്യോ ഇത് പണിയായല്ലോ. അറസ് പ്രൈം ആണോ അതോ വേറെ ആരെങ്കിലും ആണോ? അറസ് പ്രൈം ഇങ്ങനെ കാണിക്കാൻ വഴി ഇല്ല. ഇവനെ തീർക്കണല്ലോ ഇവനെ. ചത്തടാ നീ ചത്തടാ. എന്റെ കൈ കൊണ്ടായിരിക്കടാ നിന്റെ മാര. പെട്ട്. അല്ലടാ അത് ആരടാ അവൻ? തേടാ ശരി ഇത് വലിയ ശല്യമായല്ലോ. പിന്നെ കൊന്നു ഞാനവനെ. അവന്റെ എന്തോ അമ്പൊക്കെ ഉണ്ട്. ഷെടാ ഇത് വലിയ കഷ്ടമായല്ലോ. ദേ നിക്കുന്നവൻ. ഹൂ ആർ യു? ഹൂ ദ ഹെൽ ആർ യു? ശിവനെ കൊണ്ട് ശല്യമായില്ല. ഇവന് ആരിവൻ? എടാ ഇത് പണി പാളി. എടാ ഇവനെ ആരാ? കൊറച്ചു നേരമായല്ലോ എന്നെ കിടന്ന് ഓടിക്കുന്നു. നമ്മുടെ സർവറിൽ എങ്ങനെയാണ് ഇവൻ കേറുന്നേ? ഓക്കെ ഇവനെ ബാൻ ചെയ്ത്. എന്റെ മോനെ എന്തോ ഭാഗ്യം ഞാൻ കേറിയതിട്ടോ. അവനെ ബാൻ ചെയ്ത് കളഞ്ഞവനെ. എടാ അറസ്റ്റ് പ്രൈമല്ലേ പറഞ്ഞു ഇവനെ ലോക്ക് ചെയ്തു. ഫാൻസി മുട്ടന്റ് എന്തോ ഭാഗ്യം കൊണ്ട് അവനെ ബാൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോക്ക് സബ്സ്ക്രൈബ് മറക്കാതെ അടിച്ചോടിക്കുക. അപ്പൊ അടുത്ത വീഡിയോ കാണാൻ ബ്രൂട്ടോ നെക്സ്റ്റ് വീഡിയോ അപ്പം ബൈ ബൈ.